എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ദാറ്റ് മീൻസ് വെനസ്ഡേത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ഏൺ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി. വേഗം നമ്മൾ നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഇത് ചെറിയൊരു അനാലിസിസ് ആയിരിക്കുള്ളൂ, സ്മോൾ അനാലിസിസ് ആണ്. നിഫ്റ്റി ഇന്ന് മൊത്തം റേഞ്ചിയർ ആയിരുന്നു. സോ വലിയ ചേഞ്ചസ് ഇപ്പോൾ എനിക്കൊന്നും കാണുന്നില്ല. ആസ് ഫോർ സ്ട്രക്ചർ കണ്ട ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ നിഫ്റ്റി ഫസ്റ്റ് ഇൻ കേസ് അപ്പ് മൂവ് തന്നാലും ഫസ്റ്റ് നമ്മൾ ഞാൻ ഡൗൺ മൂവ് നോക്കുകയുള്ളൂ. സോ ഡൗൺ വന്നു ആൻഡ് ദെൻ വീണ്ടും ബൗൺസ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോയി. ബട്ട് റിജക്ഷൻ ആയിരുന്നു എക്സാക്ട്ലി. എന്നിട്ട് ഈ ഒരു ഞാൻ ഇന്നലെ ഷെയർ ചെയ്ത, നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്ത ഈ ഒരു ലെവൽസും ആൻഡ് ഈ ഒരു ചാനൽ പ്രോപ്പർലി ഇതൊക്കെ എല്ലാം അതിൻ്റെ അകത്ത് തന്നെയാണ്. അതിൻ്റെ അബവ് പുറത്ത് ഒന്നും എവിടെയെങ്കിലും ഒന്നും പോയിട്ടില്ല. ഫുൾ ഇതിൻ്റെ തന്നെ സ്റ്റക്കായിരുന്നു അതിൻ്റെ അകത്ത്. സോ സ്റ്റിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല ലെവൽസിൽ. ബട്ട് യെസ്, എന്തെങ്കിലും ഒരു പറയാൻ എനിക്ക് ഉള്ളതാണ്. എന്ന് വെച്ചാൽ നിഫ്റ്റി ഇനി ഐ തിങ്ക് എന്തെങ്കിലും ഒരു ബിഗ് മൂവ് തരാനുള്ള ഒരു അതിലേക്കാണ് നിൽക്കുന്നത്. ബിഗ് മൂവ് ദറ്റ് മീൻസ് പ്രൈസ് ഇവിടെ സസ്റ്റെയിൻ ആണ് ആൻഡ് ദെൻ 333 കറക്ഷൻ, നമ്മുടെ ഈ 1 2 3 തേർഡ് വേവിൻ്റെ ഈ ഒരു ചാനലിൻ്റെ അകത്താണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് തന്നെയാണ് കൺസോളിഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വേറൊരു ഇത് എനിക്ക് കാണിക്കാനുള്ളത്, ഇവിടെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷോൾഡർ, ഹെഡ് ആൻഡ് നെക്സ്റ്റ് ഷോൾഡർ. ഓക്കെ, സോ അങ്ങനെ ഉണ്ടാക്കാനുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിൽക്കാനാണ്. ഇതുവരെ ആയിട്ടില്ല, ഇങ്ങനെ ഇത് തന്നെ സ്റ്റക്കായി കിടക്കുന്നത്. സോ ഹെഡ് ആൻഡ് ഷോൾഡറുടെ ശ്രദ്ധിക്കാം. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ബിഗ് മൂവ് എന്ന് പറഞ്ഞാൽ ആസ് ഫോർ മീ 25,600 അബവ് എന്തെങ്കിലും പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ ബിഗ് മൂവ് ഉണ്ടാകും. ആൻഡ് ദെൻ സഡൻ ഒരു ഗ്യാപ്പ് ഇവിടെ 25,630 സഡൻ ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, അതൊരു റിജക്ഷൻ സോണാണ്. ആൻഡ് പിന്നെ 680 തന്നെയാണ് നമ്മുടെ റിജക്ഷൻ സോൺ. ഓക്കെ, LHV ബേസിൽ ഇപ്പോൾ നമ്മൾ ചാനൽ തന്നെയാണ്. സ്മോൾ ടൈം ഫ്രെയിമിൽ കൺസൾട്ടേഷൻ പീരീഡ് കഴിഞ്ഞ് ABC കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ബട്ട് പ്രൈസ് സ്ട്രെങ്ത് കാണിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല. ചാനൽ ഇതുവരെ ചാനൽ ഹോൾഡാണ്. കണ്ടോ, നമ്മുടെ ഈ പ്രോപ്പർ ചാനൽ ഇവിടെ നിന്ന് ഈ വരുന്ന 1 2 ആൻഡ് തേർഡ് ടാപ്പ് സ്റ്റിൽ ഹോൾഡാണ്. അതിൻ്റെ അകത്ത് തന്നെയാണ് പ്രൈസ് ഉള്ളത്. ഓക്കെ, സോ മേ ബി ട്രാപ്പിംഗ് ആയിരിക്കും. ഇൻ കേസ് നാളെ പോസിറ്റീവ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കുന്നു ഞാൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ 25,600 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവണം ഫോർ ഫർദർ അപ്പ് മൂവ്. ഓക്കെ, 600 അബവ് സസ്റ്റെയിൻ, ദെൻ 670 680 റിജക്ഷൻ എന്നത് കഴിഞ്ഞിട്ട് പിന്നെ ഫർദർ അപ്പ് മൂവ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ബട്ട് നാളെ ഇങ്ങനെ സൈഡ് വേസ് ആക്കുമോ തരുമെന്ന് പറയാനില്ല. ഓക്കെ, ഡൗൺ സൈഡ് മൂവ് ഇതിൻ്റെ ബിലോ തന്നെ ഉള്ളൂ. ഏതായിട്ട് ഞാൻ ഈ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്ത ലെവലിലുള്ളത്. ഓക്കെ, ഇതിൻ്റെ ബിലോ തന്നെ ഡൗൺ സൈഡ് മൂവ് ഉള്ളൂ. സഡൻ പിന്നെ ഒരു സപ്പോർട്ട് ഏരിയ ഇതും വരുന്നുണ്ട്. നോക്കിയിട്ട് വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഇനി എല്ലാവരും കൂടി പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് വളരെ കുറവാണല്ലോ, എന്താണ് എല്ലാവരും കൂടി ഇത്ര ഒരു 100 പേര് സംതിങ് എന്തോ കാണുന്നുണ്ട്, വ്യൂസ് ഉണ്ടാവാറുണ്ട് 100 110 സംതിങ് എന്നൊക്കെ ഉണ്ടാവും. ബട്ട് ലൈക്സ് വളരെ കുറവാണ്. ലൈക്ക് ആകെ 10 ഉള്ളൂ. അത് നമുക്ക് എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്താലേ എന്നെ സപ്പോർട്ട് ചെയ്താലേ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. സോ നമ്മളെല്ലാവരും കൂടി പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് പ്ലീസ് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഈ ഒരു ചാനൽ ഷെയർ ചെയ്തായിരുന്നു. സോ പ്രൈസ് കണ്ടോ, എക്സാക്ട്ലി എവിടെ നിന്ന് വന്നു, വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ പൊസിഷൻസ് ഉണ്ട്, കാണുന്നുണ്ട്. റിജക്ഷൻ പ്രോപ്പർലി ഇതേ കണ്ടോ, എക്സാക്ട്ലി ഈ റെസിസ്റ്റൻസ് അവിടെ റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ചാനൽ കഴിഞ്ഞു, നമുക്കൊന്നുമില്ല. ഇനി ഫർദർ ഡൗൺ സൈഡ് ഇതിൻ്റെ ബില്ലോ ആണ്. സോ ഇനി ട്രേഡ് എടുക്കാൻ എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ വേഗം സ്മോൾ ടൈം ഫ്രെയിമിൽ വരിക, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ വരിക. എന്താ ഇവിടുന്ന് കൗണ്ട് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, സോ കൗണ്ട് ചെയ്യണമെങ്കിൽ എന്താ കാണുന്നത്, പ്രൈസ് സിംഗിൾ 1 2 3 അങ്ങനെ തന്നെ ഉള്ളൂ. സോ പ്രൈസ് ഇപ്പോൾ സ്റ്റിൽ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഇന്നത്തെ ഹൈ ക്രോസ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ആണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് കിട്ടാൻ ചാൻസസ് സ്മോൾ ടൈം ഫ്രെയിമിലാണ്. ഇത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ നമ്മൾ ഡൗൺ സൈഡ് കുറച്ചുകൂടി ഡൗൺ സൈഡ് കിട്ടും. അത് എത്ര 50% വരെ കിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഫോർത്ത് എൻ്റെ മൂവാണിപ്പോൾ. ഇനി ഇൻ കേസ് വരുവാണെങ്കിൽ ഓക്കെ, അത് ഇങ്ങനെ വെച്ചാൽ മതി. റിസ്ക്കിയാണ്. സ്മോൾ ട്രേഡ് മാത്രമേ കിട്ടൂ. 50% സപ്പോർട്ടാണ്. ഫോർത്ത് വേവിൻ്റെ 50% ആണ് യൂഷ്വലി സപ്പോർട്ട് ഉണ്ടാവുന്നത്. സോ മോസ്റ്റ്ലി ഇവർ ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതിനകത്ത് അപ്പ് മൂവ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ സ്കാൽപ്പ് അപ്പ് മൂവ് പ്ലേ ചെയ്യാം. ഡൗൺ സൈഡ് ഒത്തിരി ഒന്നും കാണുന്നില്ല. യെസ്, ഇനി ഡൗൺ സൈഡ് പ്ലേ ചെയ്യാനാണെങ്കിൽ ടൈം ഉണ്ട് കേട്ടോ. അതിനകത്ത് ടൈം ഉണ്ട് ഡൗൺ സൈഡ് പ്ലേ ചെയ്യാൻ. സ്കാൽപ്പേ കിട്ടുള്ളൂ. വലിയ ഹ്യൂജ് മൂവ് ബാങ്ക് നിഫ്റ്റിയിൽ ഞാനൊന്നും കാണുന്നില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൂവ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ട് സ്ലോ അപ്പ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ്, സെൻസെക്സിൽ അപ്സൈഡ് മൂവ് ഇതിൻ്റെ അബവ് ഉള്ളൂ. 83,916 അബവ്
ഇത് കാണുന്നുള്ളൂ. ആൻഡ് ഡൗൺ സൈഡ് നമുക്ക് ഇന്നത്തെ ലോ അതിൻ്റെ ബിലോ മാത്രമേ ഡൗൺ സൈഡ് തന്നെയുള്ളൂ. സോറി, യെസ്റ്റർഡേ ലോ ഇതിൻ്റെ ബിലോ മാത്രമേ ഡൗൺ സൈഡ് ഉള്ളൂ. മൊത്തം സൈഡ് വേസ് ആയിരുന്നു, ഇന്ന് കൊളാസ്പെഡ് ആയിരുന്നു. സോ സപ്പോർട്ടും ഇവിടെ വരുന്നത് ഇവിടെ ക്ലസ്റ്റർ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്ലസ്റ്റർ, ദറ്റ് മീൻസ് താഴത്തെ ചാനൽ സപ്പോർട്ട്, ഇതിന് സപ്പോർട്ട് ആൻഡ് യെസ്റ്റർഡേ ലോ സപ്പോർട്ട്. സോ ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫോർ ദ ഡൗൺ സൈഡ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, പ്രോപ്പർ ലെവലിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ശ്രദ്ധിക്കുക, എല്ലാം കൂടി. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. സോ നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇതിൻ്റെ ഡൗൺ. യെസ്, ഇന്നലെ ഞാൻ എന്താ ഷെയർ ചെയ്തായിരുന്നു, ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഇതിൻ്റെ ഇത് ബ്രേക്ക് ഡൗൺ ആയാൽ ഫോർ ദ ഡൗൺ സൈഡ് മൂവ് കിട്ടും. പ്രോപ്പർലി ഡൗൺ സൈഡ് മൂവ് നമുക്ക് കിട്ടിയേക്കാനാണ്. ആൻഡ് ABCD സ്ട്രക്ചറാണ്. ആൻഡ് 100% കണ്ട 100% കറക്റ്റ് വന്ന് എക്സാക്റ്റ് അവിടെ നിന്ന് വീണ്ടും പ്രൈസ് ബൗൺസ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ് ഇതിനകത്ത്? നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ബൗൺസ് മാത്രമേ ഉള്ളൂ, ഐ തിങ്ക് സോ. ബുളിഷ്നെസ്, ഇത് റിജക്ഷൻ സോൺ, ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് അവിടെ തന്നെ റിജക്ഷൻ സോൺ കാണുന്നുണ്ട്. ബുളിഷ്നെസ് ഇനി ഇതിൻ്റെ അഭാവം മാത്രമേ കിട്ടുകയുള്ളൂ. ഏത്, ഐ തിങ്ക് ഈ ഒരു ലെവൽ, ഈ ഒരു ഹൈ, ഇതിൻ്റെ അഭാവം മാത്രമേ ബുള്ളിഷ്നെസ് ഉള്ളൂ. അല്ലെങ്കിൽ ഫോർ ദ ഡൗൺ സൈഡ് ഓർ ഇതിൻ്റെ അകത്ത് കൺസോളിഡേഷൻ തന്നെ കാണുന്നുള്ളൂ. ABCD സ്ട്രക്ചറാണ്. സോ സിനകത്ത് 1 2 3 4 5 ട്രാപ്പിയാണ്. സോ ഇനി ചെയ്യാനാണെങ്കിൽ എങ്ങനെ ചെയ്യാം, ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈൻ എക്സാക്റ്റ് അവിടെയാണ് ഇന്ന് റിജക്ഷൻ എടുത്തേക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ സ്കാൽപ്പ് മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ വരെ ഇതിൻ്റെ അബവ് പോയാൽ പിന്നെ ഫർദർ അപ്സൈഡ് നമുക്ക് മുകളിലേക്ക് ലെവൽസ് കിട്ടുള്ളൂ. ഓക്കെ, സോ ഫർദർ അപ്സൈഡ് ലെവൽസ് നമ്മൾ എങ്ങനെ നോക്കുക? സോ ഇവിടുന്ന് ഫിബനാച്ചി എടുക്കുക, ഫിബ് എക്സ്റ്റൻഷൻ എടുക്കുക, ഈ ഒരു ഹൈറ്റ് ദെൻ നമ്മുടെ ഈ ഒരു ലോ, ആൻഡ് ഫർദർ നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് കിട്ടി. ഓക്കെ, 101%, 127%, 141. സോ ഓക്കെ, സോ പ്രൈസ് പോയാൽ 127% വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ആൻഡ് 141 161.80% കൂടി മാർക്ക് ചെയ്തേക്കാം. ഇൻറ്റർണൽ ലെവൽസാണ് മറ്റ് ബാക്കിയൊക്കെ എല്ലാം കേട്ടോ. 141.80 ആൻഡ് 101%. ഓക്കെ, ഇൻറ്റർണൽ ലെവൽസാണ് ഇത്. സോ വേറെ ഇതിനകത്തൊന്നും ഇല്ലല്ലോ, നമുക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, സോ സീനിയർ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.